രാജഭായ് നമസ്കാരം. നമസ്കാരം രാജഭായ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത്. ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ രാജൻ ഭായിയെ ഇവിടുന്ന് അടൂർ പോലീസ് വന്ന് കസ്റ്റഡിയിലെടുത്തു. അത് സ്വാഭാവികമായിട്ടുള്ള അവരുടെ ഒരു നടപടിക്രമമാണ്. പോലീസുകാരെ നമുക്ക് ഒരു കാരണവശാലും കുറ്റം പറയാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷേ അതിലെ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിലെ സത്യവും അസത്യവും ഒക്കെ നാളെ കോടതി തെളിയിക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് രാവിലെ സ്റ്റേഷനിലെത്തിയ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീ സൂരജേട്ടനോട് ഫെനി നയന എന്ന് പറയുന്ന ഒരു അലവലാതി അവൻ പറഞ്ഞിരിക്കുന്നത് താൻ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പൊക്കോണം, അല്ലെങ്കിൽ തന്നെ തീർത്ത് കളയുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിൽ ഇരുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം രാജൻ ഭായിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സൂര്യചേട്ടനോട് ഈവൻ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിൻ്റെ ശിങ്കടികളും 2 വണ്ടികൾ ഫ്രണ്ടിലും ബാക്കിലും വിട്ട് തടഞ്ഞതിന് ശേഷം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിബിയെയും തീർക്കും, രാജൻ ഭായിയെയും തീർക്കും, അതുകൂടാതെ എൻ്റെ മക്കളെയും തീർക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ നായിൻ്റെ മോനോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ കണ്ടിരിക്കുന്ന ലോകത്ത് ജീവിക്കുന്ന ഒരു അലവലാതിയാണോ ഞാൻ? അല്ലല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളുടെ, ഞാൻ 8ാം ക്ലാസ്സിൽ കോൺഗ്രസിൻ്റെ കൊടി പിടിച്ചവരാണ്. 18ാമത്തെ വയസ്സിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ഒരുത്തരാണ് ഞാൻ. രമേശ് ചെന്നിത്തല എൻ്റെ നേതാവായിട്ട് ഞാൻ അംഗീകരിച്ചിരിക്കുന്ന ആളാണ്. കെ കരുണാകരൻ എൻ്റെ ലീഡറായിരുന്നു. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ എൻ്റെ നേതാവായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ ഞാൻ 46 വയസ്സ് വരെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അതിശക്തമായിട്ട് വാദിച്ചുള്ള ഒരാൾ ഞാൻ. എനിക്കെതിരെ വന്നിട്ട് ഈ ഒരു കുരുപ്പ് ഫെനി നയന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭം കലക്കിയും വ്യാജരേഖ കേസിലെ പ്രതിയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവും ഫെനി നയനും കൂടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ 3 മക്കളെ റോഡിലിട്ട് തീർത്ത് കളയുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ 3 മക്കളെ റോഡിലിട്ട് തീർത്ത് കളയും. പിന്നെ എൻ്റെ സ്ഥാപനത്തിനെതിരെ 10-17 വ്യാജ കേസുകൾ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നവരെ തറവാട്ടിന്ന് ആരെങ്കിലും ആണോ? മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് എന്തോ റോൾ ഉണ്ടെന്നാണ് ഇവൻ്റെ വലിയ വീരവാദം. അത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം എന്താ റീസൺ എന്ന് വെച്ചാൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രമസമാധാന നില നോക്കേണ്ട ഒരാളാണ്. ഇവിടുത്തെ ഓരോ പൗരന്റെയും മുഖ്യമന്ത്രിയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. ആ മുഖ്യമന്ത്രിയുടെ പേര് വെച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ അടുക്കൽ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ആൾ പോയി കരഞ്ഞു പറഞ്ഞു അവർക്കെതിരെ എന്തോ വളരെ വലിയ രീതിയിലുള്ള സാമൂഹ്യ അധിക്ഷേപങ്ങൾ നടത്തിയെന്ന്. എന്ത് അധിക്ഷേപമാണ് നടത്തിയിട്ടുള്ളത്? അവർ പറഞ്ഞിട്ടുള്ള തെറി അത് നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ എടുത്ത് സംപ്രേഷണം ചെയ്തു. അതാണ് ഇത്ര വലിയ ഒരു കുറ്റം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻകൂർ ജാമ്യം എടുത്തിട്ടുള്ളതാണ്. അതിനുശേഷവും പിന്നീട് ഇപ്പോഴൊരു കേസ് വന്നു. കേസിൻ്റെതായിട്ടുള്ള വഴിക്ക് തന്നെ പോയിക്കോട്ടെ, അതൊന്നും പറഞ്ഞില്ല. പക്ഷേ കുട്ടികളെ തീർത്ത് കളയും, സ്ഥാപനത്തെ തീർത്ത് കളയും, രാജൻ ഭായിയെ തീർത്ത് കളയും എന്ന് പറഞ്ഞ് ഇതെന്താ കേരളം എന്താ വെള്ളരിക്കപ്പെട്ടതാണോ? എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ സിബിക്കറിയാലോ, കുറച്ച് ദിവസമായിട്ട് സുഖമില്ലാതിരിക്കുകയായിരുന്നു എന്നറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിലമ്പൂർ പോയി ഹോസ്പിറ്റലൈസ്ഡായി. പിന്നെ സൂര്യചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് ബോധക്ഷയം ഉണ്ടാവുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. അവിടുന്ന് ഡോക്ടറെ ഫീസ് പോലും മേടിക്കാതെ ആ ആശുപത്രിക്കാരും അത്രയും ഭംഗിയായിട്ട് എന്നെ നോക്കിയതാണ് ചാലിയാർ ഹോസ്പിറ്റലുകാർ. അത് ആ ഡോക്ടറും ഡോക്ടറുടെ സഹോദരിയും അവരും ഡോക്ടറാണ്. എല്ലാവരും അങ്ങനെ നോക്കിയതാണ്. അത് കഴിഞ്ഞ ദിവസം അവർ വീഡിയോ കോളും ചെയ്തിരുന്നു. അപ്പം അവിടെ നിന്ന് അന്ന് അവർ പരമാവധി പറഞ്ഞാൽ അവിടെ അഡ്മിറ്റായി കിടക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റുള്ളൂ, എറണാകുളത്ത് പോകണം. കാരണം തലേന്ന് പോയിട്ട് പിറ്റേന്ന് വരിക. അപ്പോൾ എറണാകുളത്ത് പോകണം. അപ്പം ഞാൻ പറഞ്ഞു ആൻറ്റിബയോട്ടിക് അവർ എഴുതി തന്നു. അപ്പോൾ അവർ പറഞ്ഞു നാളെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആവണം, കാരണം ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു ദിവസം ഓക്കെ ആയപ്പോൾ എന്നെ രാവിലെ സൂര്യചേട്ടൻ വിളിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചു, ഞാൻ മെല്ലെ ഒന്ന് റിക്കവർ ചെയ്ത് വരുന്നുണ്ട്, നമുക്ക് വൈകിട്ട് പോയിട്ട് ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്ന് ഫേസ്ബുക്കിൽ വീണ്ടും പോസ്റ്റൊക്കെ ഇട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ വൈകിട്ട് ഞാൻ കരുതി ഹോസ്പിറ്റലിലൊന്ന് പോകാം, ഇവിടെ വന്നിട്ട് ഒരു 1-2 വീഡിയോയും ചെയ്യാം, കുറേ ദിവസമായല്ലോ, 10-15 ദിവസമായല്ലോ ചെയ്തിട്ട് എന്ന് കരുതിയിട്ട് ഞാൻ ഓട്ടോ വിളിച്ച് വന്ന് എന്നിട്ട് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു സോഫ്റ്റ് ഡ്രിങ്ക് മേടിച്ച് നിൽക്കുമ്പോഴാണ് പോലീസ് വന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. എല്ലാം മഫ്തിയിലാണ് വന്നത്. അറസ്റ്റ് ചെയ്യുന്നു, ഞാൻ സറണ്ടർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അവരോടെ കയറി പോകുന്നു. പോലീസുകാർ നമ്മളെ വിളിച്ച് മാന്യമായിട്ട് ഇൻറ്റിമേഷൻ ചെയ്തു. മാന്യമായിട്ടുള്ള ഞാൻ അവർ ഇൻറ്റിമേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അവരെല്ലാം മാന്യമായിട്ടാണ് ഇടപെട്ടത്. അവിടെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. അവിടെ സ്റ്റേഷനിലേക്ക് വണ്ടി ഇങ്ങോട്ട് കയറുമ്പോൾ അപ്പോൾ സമയം കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എനിക്ക് ഓർത്തെടുക്കാൻ കിട്ടും. അപ്പം സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് കയറുന്ന സമയത്ത് സ്റ്റേഷൻ്റെ മുറ്റത്തേക്ക് അങ്ങോട്ട് എത്തലും എവിടെ നിന്നൊക്കെയോ ഒരു 10-30 പേര് കാറിന് ചുറ്റും ജീപ്പിൻ്റെ ചുറ്റും ബലേറോയാണ്, അതിന് ചുറ്റും കൊണ്ട് വളയുകയും ആ വണ്ടിയിൽ അടിക്കുകയും ഡോർ തുറക്കാൻ ശ്രമിക്കുകയോ കൂടെ ചെയ്തു. സ്റ്റേഷനിലെ സമയത്ത് ഫോഴ്സ് കുറവാണ് രാത്രി. ആ സമയത്ത് ആകെ 6-7 പോലീസുകാരേ ഉള്ളൂ അവിടെ. അതൊരു പോലീസുകാരനെ മർദ്ദനം വരിട്ടില്ലേ? ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പം പോലീസുകാരെന്ത് ചെയ്തു,
പെട്ടെന്ന് പിന്നെ ഡോർ ലോക്ക് ചെയ്തിട്ട് ഇവർ പുറത്തോട്ടങ്ങ് ചാടി ഇറങ്ങി ഇവരെ തള്ളി മാറ്റുന്ന സമയത്ത് ഇവർ വീണ്ടും ഡോർ തുറക്കാൻ നോക്കുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഡോർ ഞാൻ ഇങ്ങനെ പിടിച്ചു, റൈറ്റ് സൈഡിലെ ഡോർ തുറന്നിട്ട് ഫെരി എന്നെ എനിക്ക് വിലയൊന്നും അറിയത്തില്ലല്ലോ, അങ്ങനെ കുറച്ച് പേര് അവിടെ അതിലെ കൂടെ അടിക്കാൻ നോക്കുന്നു, ഇപ്പുറത്തൂടെ തുറക്കാൻ നോക്കുന്നു, അത് ഞാൻ ബലം പിടിച്ച് നിർന്നു, പുറകിൽ കൂടെ തുറക്കാൻ നോക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇവരെ ഒന്ന് തള്ളി മാറ്റി കഴിഞ്ഞിട്ട് പോലീസ് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറ്റുന്നു. അപ്പോൾ എന്നെ ഉള്ളിലേക്ക് കയറ്റുന്നു. അപ്പോൾ ഇവർ ഗ്രില്ല് തുറക്കാൻ വേണ്ടി നോക്കുന്നു. ഗ്രില്ല് ലോക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ ലോക്കപ്പിലാക്കിയിട്ട് ലോക്കപ്പ് അങ്ങ് ലോക്ക് ചെയ്തു. ലോക്കപ്പിനകത്ത് കയറാൻ പറ്റത്തില്ല, ഗ്രില്ല് ലോക്ക് ചെയ്യാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ ഇവന്മാരുടെ ഗുണ്ടാവിളയാട്ടം, ഒരു മാഫിയ രാജ്, അത് അവിടുത്തെ CCTV പുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ അതിനുള്ള നിയമപരമായിട്ട് പോലീസുകാരെ ഭയങ്കര ഇടികിട്ടിട്ടുണ്ടല്ലോ. ഒരു പോലീസുകാരനെ ഉണ്ണിത്താനാണ് ശരിക്ക് പരാതിക്കാരത്തിയുടെ സഹോദരൻ, അറിയാമല്ലോ ഇതിനെക്കുറിച്ചൊക്കെ. ഉണ്ണിത്താനാണ് നേരെ ഇടിക്കുന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആളോ ഉണ്ണിത്താനാണ്, ബാക്കിയുള്ളവരെല്ലാം സികള് പിള്ളേരാ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ ആ സമയത്ത് കണ്ടിട്ടില്ല, ഞാൻ ആരും മുഖം ശ്രദ്ധിച്ചിട്ടില്ല. ഫെനിയുടെ ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ട് അവനെ തിരിച്ചറിഞ്ഞു. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം എന്നെ ലോക്കപ്പിലിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവർ മറ്റൊരു പുറത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇവർ ഗ്രില്ലും ലോക്ക് ചെയ്തെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കയറണം എന്നുള്ളൊരു സ്ത്രീ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ കരുതി വീട്ടിൽ നിന്നല്ല ആരും ഇത് പറഞ്ഞ് വന്നോ എന്ന് കരുതി. അത്രയും സ്നേഹത്തെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് സീനാദേവി കുഞ്ഞമ്മ ആണ് വരുന്നത്. വന്ന് അപ്പം ഞാനിങ്ങനെ ഇരിക്കുക ലോക്കപ്പിനകത്ത്. ചേട്ടാ സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. രാഹുലിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇന്നാണ്. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ ഇന്നലെ രാത്രി ശ്രീനാദേവി കുഞ്ഞമ്മ പിന്നെ എന്നോട് ചോദിച്ചു, ചേട്ടാ സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സുഖം എന്ന് പറഞ്ഞു. അല്ല, സുഖം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി, പിന്നെ അത് അപ്പം പറഞ്ഞാൽ മതി, ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ എന്തെങ്കിലും സുഖത്തിൻ്റെ കുറവുണ്ടെങ്കിലും തൽക്കാലം നിൻ്റെ സുഖം സ്വീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. പറഞ്ഞതിന് വേണമെങ്കിൽ പല സെൻസിലെടുക്കാമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അപ്പം അങ്ങനെയല്ലേ പ്രതികരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ സംബന്ധിച്ചിടത്തോളം ലോക്കപ്പിൽ കിടക്കുന്ന രാജൻ ജോസഫിനെ ഒന്ന് കണ്ടു, ലോക്കപ്പിലിരിക്കുന്ന രാജൻ ജോസഫിനെ ഒന്ന് കണ്ടു. അത് കഴിഞ്ഞ് ലോക്കപ്പ് തുറന്ന് എനിക്കവിടെ കിടക്കാൻ ബെഞ്ചും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ തന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ എനിക്ക് ജീവിതത്തിൽ ഒരു സ്റ്റേഷനിലും അമാന്യമായ ഒരു പെരുമാറ്റം എനിക്കുണ്ടായിട്ടില്ല. കേരള പോലീസ് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരാണ് ഇപ്പോൾ കേരള പോലീസിലിരിക്കുന്നത് വിവിധ തസ്തികകളിൽ. SHOമാരായാലും പിന്നെ SIമാരാണെങ്കിലും സിവിൽ പോലീസ് ഓഫീസർമാരാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും. പക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കുറച്ച് ഗൗരവമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവർ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ എൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പോയി. പോയപ്പം അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ട്. ഈ ചിങ്കിടി അവന്റെ ഗുണ്ടായിസം നമുക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അവിടെ ഉണ്ട്. ഞാനൊന്ന് ഒറ്റമോട്ടത്തിൽ കണ്ടു. ആദ്യമായിട്ടാണ് ഞാൻ രാഹുലിനെ കാണുന്നത്. എന്നിട്ട് ഫിംഗർ പ്രിൻ്റ് എടുത്ത് ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഇവരൊരു വണ്ടിക്കകത്ത് ഞങ്ങളെ പുറകെ ഇങ്ങനെ വരിക. എന്നിട്ട് ഞാൻ പിന്നെ ഫിംഗർ പ്രിൻ്റ് എടുത്ത് തന്നെ നടത്തിയ പോലീസ് കൊണ്ടുവരുമ്പോൾ പോലീസ് ഭയങ്കര പ്രൊട്ടക്ഷനിൽ എന്നെ കൊണ്ടിരുന്നത്. പിന്നെ മറ്റുള്ള സ്റ്റേഷനിൽ നിന്ന് വരെ പോലീസിനെ വരുത്തിയെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ എന്നിട്ട് എന്നെ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് എന്നെയും കൊണ്ടുവരുമ്പം രാജൻജി എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ വിളിക്കുന്നുണ്ട്. ഏത് ഞാൻ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് വല്ല ഗോഷ്ഠി കാണിക്കണം, അത്രയേ ഉള്ളൂ. മാനസിക രോഗികളാണ്, ഗോഷ്ഠി കാണിക്കണം. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കാതെ ഞാൻ അങ്ങ് അകത്ത് കയറിപ്പോയി. ഞാൻ പിന്നെ പഞ്ചായത്ത് തന്നെ പോയിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ കിടന്നു. പിന്നെ ഭക്ഷണം കഴിച്ചു. അങ്ങനെയൊക്കെയായി. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്നെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയപ്പോഴും അപ്പോഴും 2 വണ്ടി പോലീസ് കൊണ്ടുവന്ന് അവിടെ നിന്ന് സീനൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് മെഡിക്കലൊക്കെ എടുത്ത് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കോടതിയിൽ ഇന്ന് ഞായറാഴ്ചയാണ്, കോടതി അവധിയാണ്. അപ്പോൾ ജഡ്ജിൻ്റെ വീട്ടിലാണ്, അവിടെയാണല്ലോ അപ്പം ചേംബർ. അപ്പോൾ അവിടെ കൊണ്ടുപോയി. പിന്നെ അപ്പോഴത്തേക്ക് ജാമ്യക്കാരും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, അഡ്വക്കേറ്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഈ സിംഗിളികളും ഉണ്ട്. ഈ അപ്പുറത്ത് പിന്നെ ഈ ജാമ്യം എടുക്കാൻ വന്നിട്ടുള്ള സഖാക്കളും ഉണ്ട്, അവരും ഉണ്ട്. അപ്പം അവിടെ വെച്ചിട്ടും പിന്നെ കോടതിയിൽ അവിടെ നിന്ന് ജഡ്ജി ഇരിക്കുന്നവരുമാണ് കോടതി. അവിടെ നിന്ന് വേറെ വേണ്ടാത്ത പരിപാടിക്ക് പറ്റത്തില്ല. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഈ പിന്നെ എനിക്ക് ബെയിൽ അനുവദിച്ചുകൊണ്ടുള്ള വിധി വന്നു കഴിഞ്ഞപ്പോഴും പിന്നെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു.
അപ്പൊ ഞാൻ പറയുന്നത് അപ്പോഴെല്ലാം ഇവർ ട്രേസ് ചെയ്യാണ്, ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജൻ ജോസഫിന്റെ പുറകെ നടക്കുകയാണ് ഇപ്പൊ. അല്ല, രാജൻ അത് ജോസഫ് മാത്രമല്ല, പിന്നെ 17 കേസെന്ന് പറഞ്ഞത് അവനെതിരെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, അതും പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോ കുറച്ച് കേസുകളുടെ ലിസ്റ്റ് വന്നു. ഒരു കേസിന്റെ ഡീറ്റെയിൽസ് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. പിന്നെ ഇവര് നെറ്റിൽ നിന്നെടുത്തു. ഒരു കേസ് വരാൻ പോകുന്നത് ഈ പാലക്കാട് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഒളിവിൽ പോയവനുണ്ടല്ലോ, കുറെ ഒരു കൗൺസിലർ പ്രക്ഷോഭ്, അവൻ കേസ് കൊടുക്കുകയാണെങ്കിൽ പിന്നെയുണ്ട്. അവന്റെ പിന്നെ സ്ത്രീകളെ കൊണ്ട് കേസ് ഒളിപ്പിച്ചിരിക്കുക എനിക്കെതിരെ. ആലോചിച്ച് നോക്കണം. അവന് പീഡന കേസിൽ ഇതായിരുന്നു. അവന്റെ നഗ്നത ഞാൻ പ്രദർശിപ്പിച്ചെന്ന്. അവന്റെ നഗ്നത അവൻ പ്രദർശിപ്പിച്ചു, ഞാൻ പ്രദർശിപ്പിച്ചിട്ടില്ല. ഞാനത് അവന്റെ മുണ്ട് പറിക്കാൻ പോയോ എനിക്കറിയില്ല. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം, ഒന്ന് പേഴ്സണലി എന്നെ ലോക്ക് ചെയ്യണം, രണ്ട് പിന്നെ നിന്റെ കൂടെ ഉള്ള തടിയൻ എന്നൊക്കെ അതിനിടയ്ക്ക് പറയുന്നുണ്ട് എന്നോട്. തടിയൻ എന്റെ മക്കളെ തീർക്കുന്ന പറഞ്ഞേക്കുന്നത്. അവൻ എന്റെ മക്കളുടെ ദേഹത്തും തൊട്ട് നോക്കട്ടെ, അതല്ല എന്റെ നേരെ വിരൽ. ഞാൻ പോകുന്നുണ്ട് രാജേട്ടാ, ഞാൻ പോകുന്നുണ്ട് അടൂർക്ക്. ഞാൻ അവന്റെ വീടിന്റെ മുമ്പിൽ പോയിരുന്നു. ഈ പറഞ്ഞ ഫെനി നയനന്റെ വീടിന് മുമ്പിൽ പോയിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന് മുമ്പിൽ പോയിരുന്നു. വീഡിയോ ചെയ്തില്ലെങ്കിൽ എന്റെ തന്തയുടെ പേര് ഞാൻ മാറ്റിയിടും. അല്ല, ഞാനും റെഡിയാന്നേ, ഞാൻ മാറ്റിയിടും. ഇവൻ ആരാണ്? ഇവൻ ആരാണ്? ഈ ഫെനി നയനൻ ആരാണ്? ഈ രാഹുൽ മാങ്കൂട്ടം ആരാണ്? ഫെനി നയനന്റെ പേര് ഉച്ചരിക്കരുത് അധികം, എന്റെ അഭിപ്രായത്തിൽ അധികം ഉച്ചരിക്കരുത്. അതിന് മാത്രം യോഗ്യതയില്ല. അല്ല, എന്റെ മക്കളെ തീർത്ത് കളയുന്നതാണ് സൂരജേട്ടൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. എന്റെ മക്കളെ തീർത്ത് കളയുന്നത്. അത് മാത്രമല്ല, അവരവിടെ പറഞ്ഞ കമന്റ് കേട്ട വേറെ ആൾക്കാർ പറഞ്ഞു. അവർ പറഞ്ഞെന്താണെന്നറിയോ, പിന്നെ എന്ത് വന്നാലും അവന്മാരെ തീർക്കും. അതിന് ഞാനും ഷാഫിക്ക് ഓരോ കോടി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവൻ റീൽസ് ഇട്ട് നടക്കുന്ന ഗുണ്ടകളെ കണ്ടിട്ടുള്ളൂ. അതിന്റെ പ്രശ്നമാണ്. സിബി ഒന്ന് കേൾക്ക്. അതായത് അവനെയും അവന്റെ കൂടെയുള്ള സിബിയും കൂടെ തീർക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 കോടി അതിനു വേണ്ടി ഞാനും ഷാഫിക്കയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്റെ ചിരിക്കുന്ന മുഖമേ അവർ കണ്ടിട്ടുള്ളൂ, എന്റെ യഥാർത്ഥ മുഖം കണ്ടിട്ടില്ല. യഥാർത്ഥ മുഖം ഇന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാലോ. ഇവന്റെ യഥാർത്ഥ മുഖം ആർക്കും അറിയാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയത്തില്ലേ. പിന്നെന്താ പ്രശ്നം? പിന്നെ അവൻ ഇനിയിപ്പോ എന്ത് ചിരിക്കുന്നു? ഇനി അവന്റെ കുറച്ചുകൂടി മുഖങ്ങൾ അവിടെ പുറത്തേക്ക് പറയാനുണ്ടല്ലോ. അത് നമ്മൾ വരും ദിവസങ്ങളോട് പറയാൻ വേണ്ടി പോലെ ഹോൾഡ് ചെയ്യട്ടെ. ഇവന്റെ യഥാർത്ഥ മുഖം നമ്മളവിടെ കാണിച്ചു കൊടുക്കാന്നേ. ഇവന്റെ യഥാർത്ഥ മുഖം മാത്രമല്ല, ഇവന്റെ യഥാർത്ഥ ശരീരം കൂടെ അവിടെ കാണിച്ചു കൊടുക്കാം. അപ്പം അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു വന്നത് 2 CR അതിന് വേണ്ടി മാറ്റി വെക്കും. മാറ്റി വെച്ച് കഴിഞ്ഞാൽ കേസ് നടത്തിയിട്ട് ഞങ്ങൾ ഇങ്ങൂരും എന്നാ പറഞ്ഞേക്കുന്നത്. രാജൻഭായിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗർഭം കലക്കിയതിനോ വ്യാജരേഖ ഉണ്ടാക്കിയതിനോ അല്ല. ഓക്കെ, എനിക്കെതിരെ വ്യക്തിപരമായിട്ട് ഏതാണ്ടൊക്കെ എന്റെ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായത് അവിടെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു. അതിന്റെ എന്തൊക്കെയുണ്ട്? നീ എന്ത് കോപ്പാണെന്ന് വെച്ചാൽ ചെയ്യേണ്ട രാഹുലെ. നിനക്ക് ചെയ്യാൻ പറ്റും, നീ ചെയ്യ്. ഇവിടെ നിന്നുണ്ടല്ലോ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നിന്നെ സംരക്ഷിക്കുന്നതെന്നാണ് നീ എല്ലാവരോടും പറയുന്നത്. ഞാനത് വിശ്വസിക്കുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള മണ്ടനൊന്നും അല്ല ഞാൻ. അല്ല സിബി, അതിനകത്ത് എനിക്കൊരു കാര്യമുണ്ട്, എനിക്ക് സംശയമുണ്ട്. ഇക്കാലം വരെ ഞാൻ VD സതീശനെ കുറിച്ച് അങ്ങനെ സംശയത്തിലേക്ക് പോയിട്ടില്ല. മറ്റാരെക്കുറിച്ചും എനിക്ക് സംശയമില്ല. KCയെക്കുറിച്ചോ പിന്നെ ചെന്നിത്തലയെക്കുറിച്ചോ അല്ലെങ്കിൽ M ലിജുവിനെ കുറിച്ചോ T സിദ്ദീഖിനെ കുറിച്ചോ ഷിബു ബേബി ജോണിനെ കുറിച്ചോ വേറെ ആരെക്കുറിച്ചും എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. VD സതീശനെ കുറിച്ചും ഇതുവരെ ഇക്കാലം വരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ദിവസം കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആ രീതിയിൽ തന്നെ കാണാനും ആ സെൻസിൽ എടുക്കാനും ഒക്കെ നമുക്ക് ധൈര്യമുണ്ട്. എന്റെ പൊന്നു രാജൻഭായി, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കത്തുള്ളൂ, അത്രേ ഉള്ളൂ. അത് ഈ കണ്ട അലവലാദികളുടെ കൈകൊണ്ട് മരിക്കാനുള്ള വിധിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവനെ പോലെ ഉള്ളവരെ നമ്പിക്കൊണ്ട് നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് ഏതെങ്കിലും ചീള് പിള്ളേർ കയറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓഫീസിലേക്ക് കയറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ അതിന് തിരിച്ചുള്ള മറുപടി കൃത്യമായിട്ട് ധാരണ ഉള്ള ആളുകളൊക്കെ തന്നെയാണ്, ലോകം കണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് എന്ന് മാത്രമേ ഉറപ്പിക്കാനുള്ളൂ. റീൽസ് ഇട്ട് നടക്കുന്ന അലവലാദികളല്ല എന്ന ഒരു ധാരണ ഈ പറഞ്ഞ രാഹുലിനും ഈ പറഞ്ഞ മറ്റേ ചീളിച്ചക്കും നല്ലതാണ്. അല്ല, ഷാഫിയും കൂടെ അതിനകത്ത് മറുപടി പറയേണ്ടതുണ്ട്. രണ്ടുപേരും ഓരോ CR വെച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ഷാഫി അങ്ങനെ പറഞ്ഞു. ഷാഫിയുടെ CR ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ പുറത്തേക്കിടാം. ഷാഫിയുടെ CR ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആ ഷാഫിയുടെ CRനെ കുറിച്ച് പറയണോ വേണ്ടയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് തീരുമാനിക്കാം. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ സിബിയോട്, നമ്മൾ ഹോൾഡ് ചെയ്യുക, നമ്മൾ 2029 വരെ സമയം കൊടുക്കുക. 29ലാണ് ഇലക്ഷൻ. നന്നാകുകയാണെങ്കിൽ ഇവന്മാരൊക്കെ നന്നാവട്ടെ. എന്റെ പിള്ളേരെ തീർത്തുകളെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്ത് കോംപ്രമൈസ്?
ഇവനെ താങ്ങുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. അതിന് സംശയമൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭം കലക്കിയ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ജീവിക്കേണ്ട ആവശ്യമില്ലെന്നേ. എന്റെ മക്കളെ തീർത്ത് കളയുമെന്ന് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം നേരിട്ടെത്തി വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ രാഹുലെ കുറിച്ചിട്ടോ രാഹുല ഈ തിണ്ണമെടുക്കാണല്ലോ കാണിച്ചത്. അടൂരിന്റെ പുറത്തേക്ക് അടൂര് നമ്മൾ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന്റെ മുമ്പിൽ തന്നെ പോകും. അത് തന്നെ ഇന്ന് പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് അടൂരുകാരൊക്കെ പലരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് അറിയിച്ചില്ല. എന്റെ പൊന്നു രാജൻഭായി, ഇന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനമായി പോയി. അല്ലെങ്കിൽ ഈ കിഴങ്ങന്റെ 8 പിള്ളേരെ കണ്ടുകൊണ്ട് പഠന ക്യാമ്പായിരുന്നു. അല്ലെങ്കിൽ ഈ കിഴങ്ങന്റെ 8 പിള്ളേരെ കണ്ടിട്ട് ഒന്നും പറയില്ല. നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. കോൺഗ്രസ്സുകാർ ഇവരെ കൂടെ ഇല്ല എന്നുള്ളത് ഏത് കോൺഗ്രസ്, അതായത് ത്രിവർണ്ണ കൊടി പിടിച്ചിട്ടുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ഇവന്റെ കൂടെ നിൽക്കുവോ? ഈ ഗർഭം കലക്കോടെ നിൽക്കുവോ? ഇല്ലല്ലോ. ഏത് വ്യാജ കേസ് ഉണ്ടാക്കി അങ്ങോട്ട് അകത്തേക്ക് ഇടാൻ പറ്റും. പിന്നെ ആയുസ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമുക്ക് അറിയത്തില്ല. ഇന്ന് കിടന്നുറങ്ങുമ്പോൾ അത്രേ ഉള്ളൂ. പക്ഷെ ആ ആയുസ് ഉണ്ടെങ്കിൽ നിന്റെ ഒന്നും മുമ്പിൽ ഒരു നിമിഷം പോലും കീഴടങ്ങിത്തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് വീണ്ടും അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്.